ഗായ്സ്, നിങ്ങൾ ഫ്രെയിം അങ്ങനത്തെ ഒക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചില ഫ്രെയിംസിനെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുക്കാതെ പാക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അടിപൊളി ഐഡിയ പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. എനിക്ക് ഞാനൊരു അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ മീഷോയിൽ പോയി, എനിക്ക് തോന്നിയൊരു ബുദ്ധിയായിരുന്നു. മീഷോയിൽ പോയിട്ട് ഫോട്ടോ ഫ്രെയിംസ് എന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫ്രെയിമിൻ്റെ ചിത്രം വരും. അതിൽ നിങ്ങളത് വൈറ്റ് ഫ്രെയിമാണോ ബ്ലാക്ക് ഫ്രെയിമാണോ വുഡൻ ഫ്രെയിമാണോ എന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വുഡൻ ആയിരുന്നു. ഞാൻ ഒരു വട്ടം സെലക്ട് ചെയ്തുകൊണ്ട് മേലെ തന്നെ ഉണ്ട്. ആൻഡ് അതെന്ത് ചെയ്യും, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു. എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കുക ആൻഡ് ഗാലറിയിൽ പോവുക. ആ ഫ്രെയിം മാറിപ്പോരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ ആരെങ്കിലും കണ്ടാൽ അത് നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ട ആളാണെങ്കിൽ അത് പണി വാളൂലേ. വേറെ ഫ്രെയിം ആയിരുന്നല്ലോ ആൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ചോദിക്കില്ലേ. അപ്പം ഞാൻ വുഡൻ ഫ്രെയിമിനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മീഷോൻ്റെ ആ ഒരു അടിയിലൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയുക. ക്രോപ്പ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കുമല്ലോ ഫോട്ടോസൊക്കെ. ആൻഡ് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേത് സ്റ്റോറേജ് ഫില്ലാവും. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഒരു വട്ടം കൂടി നമുക്ക് സെക്കൻഡ് ഒറ്റൊന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഡബിളായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാൻവയിൽ പോവുക. ക്യാൻവയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഓണാവാൻ. ക്യാൻവ പരിചയപ്പെട്ടിട്ട് ഇന്ന് ഒരു 3 മാസമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വരാൻ കാത്തുനിന്ന് ഞാൻ കുഴങ്ങിപ്പോയി. ശരിക്കും അൺടൈറ്റിൽഡോ അല്ലെങ്കിൽ A3 ഡോക്യുമെൻ്റോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഈ ഒരു എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായി. സാധാരണ ഞാൻ ഈ ഒരു ഐഡിയ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഞാൻ മിനി ഫ്രെയിമിൻ്റെ ആയിരുന്നു സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് നെക്കിയത് മാറിപ്പോയതാണ്. പക്ഷേ അത് നല്ല ഉപകാരമായി. അൺടൈറ്റിൽഡ് ഡിസൈൻസിൽ നിന്ന് പോയിട്ട് നെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡോക്യുമെൻ്റാണ് കിട്ടുക. അതിൽ ഗാലറി പോയിട്ട് നമ്മൾ ആ ക്രോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ആൻഡ് ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്തിട്ട് അത് വരുമ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് വേണ്ട ഒരു സൈസിലാക്കി കൊടുക്കുക. ഞാനിപ്പോൾ നല്ലൊരു സൈസിലാക്കിയിട്ട് എനിക്ക് വേണ്ട സൈസിലാക്കിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ സെറ്റാക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചില ഭാഗങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഉണ്ടാവുമല്ലോ. അതിന് ശേഷം എലമെൻറ്റ്സിൽ പോവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പം എനിക്ക് മൊത്തം ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. എന്നിട്ട് എലമെൻറ്റ്സിൽ പോവുക ആൻഡ് ഈ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഇതിനെ യൂസ് ചെയ്ത മിനി ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങിനും പോളറോയിഡ്സിനൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് ക്രോപ്പ് ചെയ്യുക. നമ്മുടെ ഫ്രെയിമിൽ ഫോട്ടോ വെക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല, ഒരു ഹോള്, ആ ഒരു സ്ഥലത്ത് നല്ല കറക്റ്റായിട്ട് ഇത് സെക്യൂർ ചെയ്ത് നല്ലപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കണ്ട. സെക്യൂർ ചെയ്തിട്ട് നല്ലപോലെ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ പാളിപ്പോയത് കൊളാകും, പിന്നെ ആകെ കൊളാകും കേട്ടോ. അവിടെ പാളിപ്പോയാൽ ഈ ഒരു സ്റ്റെപ്പ് നല്ലപോലെ ശ്രദ്ധിക്കുക. നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹോൾ നമുക്ക് കറക്റ്റ് കാണുകയും ചെയ്യും കേട്ടോ. വേറെ കളറായിരിക്കുമല്ലോ ഉള്ളത്. അപ്പം നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനത്തെ മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളങ്ങനെ എഡിറ്റിങ്ങിൻ്റെ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ആൻഡ് ഇതൊരു തുടക്കമാവട്ടെ, ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗാലറി എന്നുള്ളത് താഴെ പ്ലസ് ബട്ടൺ നെക്കിയിട്ട് ഗാലറിയിൽ നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെൻഡ് ചെയ്ത ഫോട്ടോ ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ഈ ഒരു ഫോട്ടോൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കട്ടെ നമ്മുടെ ഫ്രെയിം. ആൻഡ് ആ ഒരു ഫോട്ടോയും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് അവർ. അപ്പോൾ അവർക്ക് തീരെ അറിയാൻ പാടില്ല ഏത് ഫോട്ടോ ആണ് അതിൽ വെച്ചിട്ടുള്ളത്. അവൾ കുറേ ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് അത് ഞാൻ ഈ ഒരു കാർട്ടൂണാക്കി മാറ്റിയതാണ്. അതേപോലെ സേവ് ചെയ്യുക. ഈ ഒരു ക്യാൻവയിൽ കണ്ട ഒരു ഡെക്ക് ഇങ്ങനെ ഇതൊരു വാട്ടർ ആയിട്ടാണ് കേട്ടോ അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ക്യാൻവ എടുത്ത് സേവ് ചെയ്ത് ആ ഒരു ഡെക്ക് വെച്ചിട്ട് കളിക്കാറുണ്ട്. എന്നിട്ട് സേവ് ചെയ്ത് ഇമേജ് ഗാലറി പോവുക, എടുക്കുക. ഒന്നല്ലെങ്കിൽ ഓള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൾഡേഴ്സിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ക്യാൻവ എന്നുള്ള ഫോൾഡറിലൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. എന്നിട്ട് ആ ഫോട്ടോ എടുക്കുക. അതിപ്പോൾ എനിക്ക് കറക്റ്റൊരു പോളറോയിഡിൻ്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ നല്ലപോലെ ക്രോപ്പ് ചെയ്ത് ആ ഒരു പിക്ചർ മാത്രം ആക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്ത പോലെ എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോളറോയിഡൊക്കെ മാറ്റി കറക്റ്റ് ക്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പം എങ്ങനെയുണ്ട്, എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ല ക്ലാരിറ്റിയോടെ ഫോട്ടോ കിട്ടും സാധാരണ നമ്മൾ കയ്യിൽ വെച്ചെടുക്കുന്നതിനെക്കാട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്, മറന്നു പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബൈ.